കുടുംബജീവിതവും എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ മാത്രം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് സാധാരണ ഭക്തിയുടെ കഥയല്ല. ഇത് ലോകത്തെ അത്ഭുതപ്പെടുത്തിച്ച ഭക്തിയുടെ കഥയാണ്. തമിഴ്നാട്ടിലെ കാരേക്കാൽ എന്ന ചെറിയ പട്ടണത്തിൽ പുനിതവതി എന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നു. സമ്പന്നമായ ഒരു വ്യാപാരിയുടെ ഭാര്യ, സുന്ദരിയും സ്നേഹമുള്ളവളും കരുണ നിറഞ്ഞ ഹൃദയവുമുള്ള സ്ത്രീ. പക്ഷേ അവളുടെ മനസ്സ് മുഴുവനും സമർപ്പിച്ചത് ശിവഭഗവാനോടായിരുന്നു. വീട്ടിലേക്ക് വരുന്ന ഓരോ ശിവഭക്തനെയും അവൾ ദൈവമായി കണ്ടു സേവിച്ചു. ഒരു ദിവസം അവളുടെ ഭർത്താവ് വീട്ടിലേക്ക് 2 അപൂർവ മാമ്പഴങ്ങൾ അയച്ചു. അത് വളരെ വിലപിടിപ്പുള്ളതായിരുന്നു. അപ്പോൾ വിശന്ന ഒരു ശിവഭക്തൻ വീട്ടിലെത്തി. ഒരു നിമിഷം പോലും ചിന്തിയാതെ പുനിതവതി ആ മാമ്പഴങ്ങളിലൊന്ന് അവന് നൽകി. പിന്നീട് ഭർത്താവ് വീട്ടിലെത്തി മാമ്പഴം ചോദിച്ചു. അവൾ ശേഷിച്ച ഒന്ന് നൽകി. അതിന്റെ രുചി അതിശയകരമായിരുന്നു. അവൻ വീണ്ടും മറ്റൊരു മാമ്പഴം ചോദിച്ചു. അപ്പോൾ പുനിതവതി ഭയത്തോടെ ശിവനെ പ്രാർത്ഥിച്ചു, പ്രഭു, എന്നെ രക്ഷിക്കണം. അത് പറയുന്ന നിമിഷം അവളുടെ കയ്യിലൊരു ദിവ്യ മാമ്പഴം പ്രത്യക്ഷപ്പെട്ടു. ആ മാമ്പഴം കണ്ടപ്പോൾ ഭർത്താവിന് സത്യം മനസ്സിലായി. ഇവൾ സാധാരണ മനുഷ്യയല്ല. പുനിതവതി ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു. അവൾ ശിവക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ശിവ, ഈ സൗന്ദര്യവും മനുഷ്യജീവിതവും എനിക്ക് വേണ്ട. നിന്റെ ഭക്തയായി മാത്രം ഞാൻ ജീവിക്കണം. അവളുടെ പ്രാർത്ഥന കേട്ട ശിവൻ അവൾക്കൊരു അത്ഭുത വരം നൽകി. അവളുടെ സുന്ദരമായ ശരീരം മെല്ലെ മാറി അസ്ഥികൂട രൂപമായി. പക്ഷേ അവളുടെ മുഖത്ത് ഭയമില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ശുദ്ധമായ ഭക്തി മാത്രം. അന്നുമുതൽ ലോകം അവളെ വിളിച്ചു കാരേക്കാൽ അമ്മയാർ. ശിവനെ നേരിൽ കാണാൻ അവൾ കൈലാസത്തിലേക്ക് യാത്ര തുടങ്ങി. പക്ഷേ അവൾ ഒരു തീരുമാനമെടുത്തു. ശിവന്റെ ഭൂമിയിൽ കാലുകൾ പോലും വെക്കാൻ അവൾ തയ്യാറായില്ല. അവൾ കൈകളിൽ നടന്ന് മലയുകൾ കടന്നു. രക്തം വീണെങ്കിലും ഭക്തി നിർത്തിയില്ല. അവളുടെ ഭക്തി കണ്ടപ്പോൾ ശിവഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു. സ്നേഹത്തോടെ അവളെ വിളിച്ചു, അമ്മേ. ദൈവം തന്നെ ഒരു ഭക്തയെ അമ്മ എന്ന് വിളിച്ച നിമിഷം അതായിരുന്നു. അന്നുമുതൽ ശിവന്റെ താണ്ഡവ നൃത്തം കാണുന്ന ദിവ്യഭക്തയായി കാരേക്കാൽ അമ്മയാർ നിലകൊള്ളുന്നു എന്ന് വിശ്വാസം. ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ എന്തുവരെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്? ഹര ഹര മഹാദേവ്.